ഇനി നമ്മൾ സർക്കിൾസിലെ ഒരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോവാണ്. ഒരു കുറച്ച് കാര്യങ്ങൾ കൂടെ ഇതിന് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യനും ഓരോ കണ്ടന്റുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതിനുമുമ്പ് നമുക്ക് ഈച്ച് ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ ക്വസ്റ്റ്യൻ്റെ കുറച്ച് ബേസ് അറിയിക്കണം. സാധാരണ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഡയറക്റ്റ്ലി ഇപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എടുക്കുക, വായിക്കുക, അതങ്ങ് പഠിച്ചു പോകാം. പക്ഷേ അതിന് മുമ്പേ കുറേ ബേസ് എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ, അതുകൊണ്ട് അറിഞ്ഞു വെച്ചില്ലെങ്കിൽ നമുക്ക് കുറേ ഡൗട്ടുകൾ വരും. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാനുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. നോക്കിയേക്കാം. ഓക്കെ, ഇതിനെ പറ്റിയിട്ടുള്ളതാണ്. നോക്കിയേ, ഇതൊരു സർക്കിളാണ് എന്ന് വെച്ചാൽ ഇത് അതിൻ്റെ സെൻറ്റർ പോയിന്റ് ആണ്. ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഞാൻ എന്താണ് ഈ സർക്കിളിലോട്ട് വരയ്ക്കുന്ന ഏത് ഡയറക്ഷനിലോട്ടും വരയ്ക്കുന്ന ലൈനുകളെ നമ്മൾ എന്തെന്ന് പറയും? സർക്കിളിന്റെ സെൻട്രൽ പോയിന്റിൽ നിന്നും സർക്കിളിന്റെ സൈഡുകളിലോട്ട് വരയ്ക്കുന്ന ഏതൊരു ലൈനിനെ നമുക്ക് റേഡിയസ് എന്ന് പറയുന്നത്. ഇതെല്ലാം റേഡിയസുകളാണ് അല്ലെ. അതായത് സെൻട്രൽ പോയിന്റിൽ നിന്നും എന്താണ് സർക്കിളിന്റെ സൈഡുകളിലോട്ട് ടച്ച് ചെയ്യുന്ന എല്ലാ ലൈനുകളെയും നമുക്ക് എന്തെന്ന് പറയാം? റേഡിയസ് എന്ന് പറയാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നോക്കിയേക്കാം. ഈ ഒരു ഫിഗറിൽ നോക്കി നിങ്ങൾ റേഡിയസ് എന്ന് പറയാൻ പറ്റും. നോക്കി, ഈ സർക്കിളിനകത്ത് നമുക്ക് റേഡിയസ് ആയിട്ട് പറയാൻ പറ്റുന്നത് O ആണ് ഈ സർക്കിളിന്റെ സെൻട്രൽ പോർഷൻ. നിങ്ങൾ ഇതിന്റെ അകത്തുള്ള ഫിഗറുകൾ ഈ സൈഡോ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഓക്കെ അല്ലേ, നിങ്ങൾ സെൻട്രൽ പോർഷൻ മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കാം. ഇത് O ആണ്. ഓക്കെ അല്ലേ, അത് മാത്രം. ഈ ഓയിൽ നിന്ന് എത്ര ലൈനുകൾ, ഇതൊന്നും നിങ്ങൾ നോക്കണ്ട, ഈ ഓയിൽ നിന്ന് എത്ര ലൈനുകൾ സർക്കിളിൽ ടച്ച് ചെയ്യുന്നു മാത്രം നോക്കിയാൽ ഏതൊക്കെ പറയാം. ഒന്ന് OA അല്ലെ, O തൊട്ട് A വരെ. ഇതൊരു ഇമാജിനറി ലൈൻ, നമ്മൾ ടോട്ടൽ ലൈൻ കൊടുത്തതാണ്. അപ്പം ഇതിനകത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ OA ഒരു റേഡിയസ് ആണ്. ഓക്കെ അല്ലേ. ഇനി നോക്കി, ഈ സെന്ററിൽ നിന്ന് അടുത്ത ലൈൻ വരുന്നത് OB റേഡിയസ് ആണ്. ദെൻ ആൻഡ് OC ആർ റേഡിയായി. ഓക്കെ അല്ലേ, റേഡിയായി. അപ്പം ഇതിനകത്ത് നിങ്ങൾ നോക്കേണ്ടത് പറഞ്ഞാൽ നോക്കിക്കാം, ഇതിനകത്ത് OAയും OBയും OCയും ആണ് എന്തുവാ റേഡിയായി അല്ലെങ്കിൽ റേഡിയസ് ആയിട്ട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഇതുമായിരിക്കും, ഈക്വൽ ആയിരിക്കും. OA ഈക്വൽ ആയിരിക്കും OB, അതിന് ഈക്വൽ ആയിരിക്കും OC. ഇത് മൂന്നിനും ഒരേ വാല്യൂ ആണ്. ഒരു സർക്കിളിലെ റേഡിയസ് എത്ര ലൈൻ സെഗ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിലും എത്ര ലൈൻ ഉണ്ടെന്നുണ്ടെങ്കിലും അത് ഇത് തന്നെ ആയിരിക്കും, ഈക്വൽ തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പം ഇതിനകത്ത് വരുന്ന 3 റേഡിയസുകളാണ് OA, OB, OC. ഇത്രയും അതെല്ലാം ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്ന ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസിൽ വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് ട്രയാങ്കിൾസ് ടൈപ്പ് അറിയാം. 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമുക്ക് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ എന്ന് വെച്ചാൽ 3 സൈഡുകൾ ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ എന്താണ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇനി 2 സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസിനെ ഐസോസിലസ് എന്ന് പറയും. 3 സൈഡ്സും ഡിഫറെന്റ് ആയിട്ടുള്ളതിനെ നമ്മൾ എന്തെന്ന് പറയും? സ്കെയിലിംഗ് ട്രയാങ്കിൾ എന്ന് പറയും. ഓക്കെ അല്ലേ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ നോക്കിയിട്ട് ഇതിനകത്ത് നമുക്ക് ഐസോസിലസ് ട്രയാങ്കിൾ കാണാൻ പറ്റും. വൺ എക്സാമ്പിൾ, നിങ്ങൾ AOB എന്ന് പറയാം. നോക്കണേ, ഇൻ ട്രയാങ്കിൾ AOB, ഇൻ ട്രയാങ്കിൾ AOB. അപ്പൊ നിങ്ങൾ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഫിഗേഴ്സ് എല്ലാം നിങ്ങൾ ബ്ലർ ആക്കുക, അത് നിങ്ങൾ ഫോക്കസ് ചെയ്യരുത്. ഈ AOB മാത്രം നോക്കിയാൽ മതി. അതിനകത്ത് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ, OAയും OBയും എന്താണ് റേഡിയസ് ആണ്. അപ്പൊ ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആണ്. OA ഈക്വൽ ആണ് OBക്ക്. അതിന്റെ കാരണം എന്താണ്? റേഡിയസ്. അപ്പൊ OAയും OBയും ഈക്വൽ ആണ്. therefore triangle AOB is an isosceles triangle. Isosceles triangle. ഓക്കെ ആണല്ലോ. ഇത് തീർന്നു വെച്ചിട്ട്, അതായത് ഒരു ട്രയാങ്കിളിലെ 2 സൈഡ് AOB എന്ന് പറയുന്ന ട്രയാങ്കിളിലെ 2 സൈഡ് ആയിട്ടുള്ള OAയും OB ഈക്വൽ ആണ്. ഒരു ട്രയാങ്കിളിലെ 2 സൈഡ് ഈക്വൽ ആയിട്ടുള്ളതിനെ നമ്മൾ എന്തെന്ന് പറയും? ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയും. സോ ട്രയാങ്കിൾ AOB is an isosceles triangle. ഓക്കെ അല്ലേ. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കണേ, ഞാൻ ഈ ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. ഇതൊരു ഐസോസിലസ് എന്ന് വിചാരിച്ചോ. 2 സൈഡ്സ് ഈക്വൽ ആണ്. ഈ സൈഡ് ഈക്വൽ ആണ്. 2 സൈഡ്സ് ഈക്വൽ ആയിട്ട് വന്നു ചേരുന്ന ആംഗിളുകളും എന്ത് തന്നെ ആയിരിക്കാം? സെയിം തന്നെ ആയിരിക്കാം. ഇതിപ്പം ഫോർ എക്സാമ്പിൾ ഒരു 50 ഡിഗ്രി എങ്കിൽ ഇതും 50 ഡിഗ്രി ആയിരിക്കും, സെയിം ആയിരിക്കും. 2 സെയിം സൈഡുകൾ വന്നു ചേരുന്ന ആംഗിളുകളും സെയിം ആയിരിക്കും. ഐസോസിലസ് ട്രയാങ്കിളിൽ ഐസോസിലസ് ട്രയാങ്കിളിൽ 2 സൈഡുകൾ ഈക്വൽ ആണ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ. അതിൽ നിന്ന് വന്നു ചേരുന്ന 2 ആംഗിൾ എന്തിനായിരിക്കും? ഈക്വൽ തന്നെ ആയിരിക്കും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി, ഇതിനകത്ത് ഒരു ആംഗിൾ നമുക്കിവിടെ ABO നമുക്ക് തന്നിട്ടുണ്ട്. എത്ര ഡിഗ്രിയാ? 20 ഡിഗ്രി തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ therefore ഇത് ഈ സൈഡ് OBയും OAയും ആണ് ഈക്വൽ ആയിട്ട് വരുന്നത്. അപ്പം ഇവിടെ രണ്ടും വരുന്ന ആംഗിളുകളും എന്ത് തന്നെ ആയിരിക്കാം? സെയിം തന്നെ വരും.
സോ അത് 20 ഡിഗ്രി. ഇവിടെ 20 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 20 ഡിഗ്രി, ബിക്കോസ് ഐസോസിലസ് ട്രയാങ്കിൾ. സോ ഈ ആംഗിൾ നമുക്ക് എങ്ങനെ എടുക്കാം? ആംഗിൾ ഒ എ ബി ഇസിക്കൽ ടു എത്ര ഡിഗ്രി? 20 ഡിഗ്രി. കാരണം ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും പ്രൂവ് ചെയ്തല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഇൻ ട്രയാങ്കിൾ എ ഒ ബി അല്ലേ, ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾ സം എത്രയാണ്? 180 ഡിഗ്രി ആയിരിക്കും ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾ സം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ആംഗിൾ. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ട് ആംഗിൾ നമുക്ക് സെയിം കിട്ടി, കാരണം ഐസോസിലസ്. നമ്മൾ ഈ ഒരു ട്രയാങ്കിളിൽ നോക്കിയോളൂ. ഇനി അടുത്ത ട്രയാങ്കിൾ പറയുന്ന എ ഒ സി ആണ്. ഇൻ ട്രയാങ്കിൾ എ ഒ സി, അതിനാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒ സിയും ഒ എയും റേഡിയസ് ആണ് അല്ലെ. ഒ സി ഈക്വൽ ടു ഒ എ, കാരണം എന്താണ്? അത് റേഡിയസ്. രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? ട്രയാങ്കിൾ എ ഒ സി ഇസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ നമുക്ക് ഇതിൽ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. എത്രയാണ്? ആംഗിൾ ഒ സി എ എത്ര ഡിഗ്രി തന്നിട്ടുണ്ട്? 30 ഡിഗ്രി അല്ലെ. 30 ഡിഗ്രി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 13 ആണെങ്കിൽ ഇവിടെ എത്ര തന്നെ ആയിരിക്കും? 30 ഡിഗ്രി തന്നെ ആയിരിക്കും. അറിയാലോ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നോക്കിയേക്കാം, ആംഗിൾ ഒ സി എ 30 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ ഒ എ സി, therefore angle OAC is equal to 30 ഡിഗ്രി. അതിന്റെ റീസൺ എന്തുവാണ്? ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് അതും കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ഇപ്പൊ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുമ്പോഴത്തേക്കാണ് ദാറ്റ് മീൻസ് ഒ എ ബി അല്ലെങ്കിൽ ഒ എ സി എന്ന് പറയുന്നത്. പക്ഷേ ഒരു കോമൺ ആയിട്ടുള്ള ആംഗിൾ എ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ആംഗിൾ എ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 20യും 30യും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ആംഗിൾ കിട്ടത്തില്ലേ? അപ്പം 20 + 30 എത്ര കിട്ടും? അപ്പം ഇസിക്കൽ ടു 50 ഡിഗ്രി. ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും കേസുകൾ നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് ആകെ ഈ 20യും 30യും മാത്രമേ തന്നുള്ളൂ. ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി ബേസ് ചെയ്ത് നമ്മൾ ഈ 20യും 30യും കണ്ടുപിടിച്ച് അതിനുശേഷം ചെയ്ത് ടോട്ടൽ ആംഗിൾ എ എത്രയാണ്? 20 + 30 50 ഡിഗ്രി എന്ന് കണ്ടുപിടിച്ചു. ഒരു അടുത്ത റൂൾ പഠിപ്പിക്കാൻ പോവാണ്. നോക്കിയേക്കാം. ആംഗിൾ എ മൊത്തം 50 ഡിഗ്രി അല്ലേ. ഇവിടെ എത്ര ആംഗിൾ ഉണ്ടാവുന്നോ അതിന് ഡബിൾ ആയിരിക്കും അതിന് തൊട്ട് താഴെ വരുന്ന ഈ ആംഗിൾ ഒ എടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു പോർഷൻ, ഈ ആംഗിളിന്റെ ടോപ്പ് നിൽക്കുന്ന ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും ഈ ആംഗിൾ. അതൊന്ന് മാത്രം നിങ്ങൾ നോക്കി വെക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിയേക്കാം, ടോപ്പ് നിൽക്കുന്ന ആംഗിൾ എന്റെ ഡബിൾ ആയിരിക്കും ഈ ഒ. അതായത് ആംഗിൾ ബി ഒ സി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ടോപ്പ് ആംഗിൾ എത്രയാണ്? 20 + 30 50 ഡിഗ്രി ആണ്. അതായത് ഏതിന്റെ ഡബിൾ എടുക്കാന്ന് പറഞ്ഞാൽ എന്തുവാ? × 2 എന്നാണ് അല്ലെ. അപ്പൊ ആംഗിൾ എനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ ബി ഒ സി കിട്ടും. ആംഗിൾ എ എത്രയാണ്? 20 + 30 നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു. 50 + 2 = എത്ര ഡിഗ്രി? 100 ഡിഗ്രി. അപ്പം ആംഗിൾ ബി ഒ സി നമുക്ക് എത്ര ഡിഗ്രി നീട്ടി? 100 ഡിഗ്രി നീട്ടി. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ആദ്യം പഠിച്ച റൂൾ തന്നെയാണ്. ഐസോസിലസ് ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസുകളും എത്ര തന്നെ ആയിരിക്കും? ഈക്വൽ തന്നെ ആയിരിക്കും. ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഈ രണ്ട് ആംഗിൾ എന്ത് തന്നെ ആയിരിക്കും? ഈക്വൽ തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ? സോ ഇത് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു വാല്യൂ എക്സോ വൈയോ എനിവൺ, ഞാൻ ഒരു എക്സ് എന്ന് കൊടുത്തു. ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എത്ര തന്നെ ആയിരിക്കും? എക്സ്. ഈ എക്സ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നേ ഉള്ളൂ. നോക്കിയേക്കാം. അപ്പം ഇൻ ട്രയാങ്കിൾ ഒ ബി സി, ഓക്കെ അല്ലേ? ഇതിനകത്ത് ആംഗിൾ ബി ഒ സി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ആംഗിൾ ബി ഒ സി ഇസിക്കൽ ടു 100 ഡിഗ്രി. ആംഗിൾ ഈ ആംഗിൾ ഒ ബി സി, ആംഗിൾ ഒ ബി സി ആൻഡ് ആംഗിൾ ഒ സി ബി, ഓക്കെ അല്ലേ? ഇസിക്കൽ ടു നമുക്ക് എന്ത് എടുക്കാം? എക്സ് എന്ന് കൊടുക്കാം. നമ്മൾ കൊടുത്ത വാല്യൂ ആണ് അല്ലെ. ആംഗിൾ ഒ ബി സി ആൻഡ് ആംഗിൾ ഒ സി ബി ഇസിക്കൽ ടു എക്സ്. എക്സ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഡിഗ്രി കിട്ടണം? ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി. സോ ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ഒ സി ബി പ്ലസ് അടുത്തേതാ? ബി ഒ സി. ആംഗിൾ ബി ഒ സി ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടണം. ഒ ബി സിയും ഒ ബി സി ഈ എക്സും ഇതും നമുക്ക് വാല്യൂ കൊടുക്കാം. എക്സ് പ്ലസ് എക്സ് പ്ലസ് ആംഗിൾ ബി ഒ സിന്റെ വാല്യൂ എത്രയാണ്? 100 ഡിഗ്രി. 100 ഇസിക്കൽ ടു 180 ഡിഗ്രി. എക്സ് പ്ലസ് എക്സ്, എക്സ് പ്ലസ് എക്സ് എത്രയാണ്? എക്സ് പ്ലസ് എക്സ് 2x. ഇത് ഇൻറ്റു ചെയ്യുമ്പോഴാണ്, എക്സ് ഇൻറ്റു എക്സ് ചെയ്യുമ്പോഴാണ്, നോക്കിയേക്കാം, എക്സ് ഇൻറ്റു എക്സ് ചെയ്യുമ്പോഴാണ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. പക്ഷെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും എക്സ് പ്ലസ് എക്സ് ഇസിക്കൽ ടു എത്രയാണ്? 2x. അപ്പോൾ 1x നമ്മൾ രണ്ട് ഫിംഗർ, ഇതൊരു എക്സ് ഇതൊരു എക്സ്, രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്കും 2x.
അപ്പം 2x plus 100 is equal to 180 degree. 2x equal to ഇസിക്കലിന്റെ അടുത്തുള്ളത് ആദ്യം എഴുതുക 180 ഈ പ്ലസ് 100 ഇവിടെ വരുമ്പോൾ എന്താവും -100 എന്നാവും. സോ 2x equal to 180 minus 100 80. സോ x is equal to 80 divided by 2 is equal to എത്രയാണ് 40 degree. സോ നമ്മൾ x എന്ന് എടുത്തിരിക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? ആംഗിൾ OBC. ഓക്കെ, ആംഗിൾ OBC ഈക്വൽ ആണ് ഏതാ OCBക്ക്. ആംഗിൾ OCB ഈക്വൽ ആണ് എത്ര നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്? രണ്ടിനും ബാധകമാണ് അല്ലെ? എക്സിന്റെ വാല്യൂ ആണ്, രണ്ടും എക്സ് ആയിട്ട് ഇതും 40 ഡിഗ്രി വെച്ചിരുന്നത് 40 ഡിഗ്രി. ഫിഗറിൽ റെപ്രസെന്റ് ചെയ്യുമ്പോഴത്തേക്കും നോക്കിയേക്കേണ്ടത് നോക്കാം. എക്സിന്റെ പ്ലേസിൽ നമുക്ക് എത്ര കൊടുക്കാം? 40, ഇവിടെ 40. അപ്പം നമുക്ക് ഇത് OBC ട്രയാങ്കിൾ എടുത്തിച്ചാൽ 40 + 40 80, 80 + 100 180 ആംഗിൾ സം വെച്ചിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന കാൽക്കുലേറ്റ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ABC എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം നോക്കിയിരിക്കണേ, ABC ആംഗിൾ A നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എത്രയാണ്? ആംഗിൾ A = എത്രയാണ്? 20 + 30 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് 50 ഡിഗ്രി. മൊത്തം ട്രയാങ്കിൾ എടുത്ത് നോക്കണേ, മൊത്തം എടുക്കണം. ABC എന്ന് പറഞ്ഞാൽ മൊത്തം ട്രയാങ്കിളിൽ ആംഗിൾ A = 50 ഡിഗ്രി, ഈ 20 + 30 ഡിഗ്രി. ഇനി B എടുത്ത് നോക്കിയേ, ബിയിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഒരു 20 വരുന്നുണ്ട്, മൊത്തമാണ് ഇതാ ഇത്രയും പോർഷൻ. ബിയിൽ 20 വരുന്നുണ്ട്, 40 വരുന്നുണ്ട്. സോ 20 + 40 = 20 + 40 60 ഡിഗ്രി. ഇനി ആംഗിൾ C എടുത്ത് നോക്കി നിങ്ങൾ, 30 40. സോ 30 + 40 = 70 ഡിഗ്രി. ഇതാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വെരിഫൈ ചെയ്യാം. ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസും 180 അല്ലേ? എയും ബിയും സിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 180 കിട്ടണം. 50 + 60 എത്ര വരും? 110. 110 + 70 180. അപ്പോൾ ആംഗിൾസും പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മളത് പ്രൂവ് ചെയ്തിട്ടുണ്ട്.